ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും ഗോവിന്ദും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഗോവിന്ദൻ ഗീതുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പം അത് നുണയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെന്നോ ഒന്നും തിരുത്താനായിട്ട് ഗീതു പോയില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഉള്ളിലുള്ളത് പറയണമെങ്കിൽ രഞ്ജു ആരാണെന്നുള്ള സത്യം കണ്ണേട്ടൻ എന്നോട് പറയണമെന്നും പറഞ്ഞുകൊണ്ടായി ഗീതു. പക്ഷേ പാവം ഗീതു പോലും അറിഞ്ഞിരുന്നില്ല ഗീതുവിനെ ചതിക്കാനായിട്ട് മറ്റവൻ ഒരുക്കി വെച്ചിരുന്ന കെണിയായിരുന്നു CCTV എന്നുള്ളത്. പക്ഷേ അവൻ ഗീതുവിനെ ചതിക്കാൻ നോക്കുമ്പോൾ അവർണിക അവനിട്ടുള്ള പണി അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർണികയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ച് ഇവൻ വലിയ ഷോ കാണിക്കാൻ ശ്രമിച്ചത് അതും പാളീസായിപ്പോയി. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോവാണെന്നും പറഞ്ഞ് കിഷോർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാകട്ടെ ദേ വരുന്നു നമ്മുടെ അവർണിക ഫോൺ എടുത്ത് അടുത്ത ആളെ വിളിച്ചു. അന്ന് വന്ന നമ്പർ ഏതാണെന്ന് കൃത്യമായി എനിക്ക് കിട്ടണമെന്നും പറഞ്ഞു. അതും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം തനിക്ക് ചിലതൊക്കെ ചെയ്ത് തീർക്കാനെന്നുള്ള കാര്യം അവർണിക പറയുക. അത് മിക്കവാറും കിച്ചപ്പൻ്റെ അവസാനമായിരിക്കും. അന്ത്യകൂദാശ നടത്തേണ്ടി വരും, അത് വേറൊരു സത്യം. അങ്ങനെ നമ്മുടെ അവർണിക രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിൽക്കുവാണ്. തന്നെ ചതിച്ചിട്ട് സുഖിച്ച് ജീവിക്കാനാണ് കിഷോറിൻ്റെ മനസ്സിലിരിപ്പെങ്കിൽ അതിന് നീ ഈ ഭൂലോകത്തുണ്ടാകില്ല കിഷോർ എന്ന് അവർണിക തന്നെ അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ അവർണിക അതിനെക്കുറിച്ച് ചിന്തിച്ചും മനസ്സ് ഭയങ്കര കല്ലാക്കി അങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അറക്കൽ തറവാട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഗീതുവായിട്ട് വഴക്ക്, അതുപോലെ ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ കൊണ്ട് ഗോവിന്ദ് നേരെ കൂട്ടുകാരൻ മഹേഷിൻ്റെ അടുത്തേക്ക് പോണു. അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് ചെന്നു, മഹേഷിനെ കണ്ടു, മഹേഷുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് ഞാൻ ഇച്ചിരി സമാധാനത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ കൂട്ടുകാരനോട് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കഴിച്ചു. അങ്ങനെ അങ്ങ് ഇരിക്കുമ്പോൾ ഈ മഹേഷ് എന്ത് ചെയ്തു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഗീതുവിൻ്റെ മുന്നിൽ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രഷർ മാത്രമല്ലേ നിനക്കുള്ളൂ. നിനക്ക് കാര്യങ്ങളെല്ലാം ഗീതുവിനോടൊന്ന് തുറന്നു പറഞ്ഞാൽ എന്താ? മാത്രമല്ല നീ എന്തിനാണ് വിജയലക്ഷ്മി മേഡത്തിനോട് ഇപ്പോഴും ഈ ഒരു അകലം അല്ലെങ്കിൽ പകയൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ഇതേ മഹേഷ് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും മഹേഷിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ പറയാണ്, ഞാൻ കുറച്ച് മനസ്സമാധാനം തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ദൈവത്തെ വിചാരിച്ച ആ വൃത്തികെട്ട സ്ത്രീയുടെ കാര്യങ്ങൾ എടുത്തിട്ട് നീ അത് കളയരുത്. ഈ നമ്മൾക്കിടയിലേക്ക് എന്തിനാണ് ആ വൃത്തികെട്ട സ്ത്രീയുടെ കാര്യങ്ങൾ നീ വലിച്ചഴിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല മഹേഷ്, നീ എനിക്ക് കുറച്ച് സമാധാനം താ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോറിടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു പറഞ്ഞതല്ലെന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ പറയുമ്പം നീ എന്ത് വിചാരിച്ചു പറഞ്ഞതാണെങ്കിലും ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും എനിക്ക് കേൾക്കണ്ട, എനിക്കതിന് താല്പര്യമില്ല എന്നുള്ള കാര്യം തറപ്പിച്ച് ഗോവിന്ദൻ പറയുക. തൻ്റെ ജീവിതം, തൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ ആക്കിയത് ആ ഒരൊറ്റ സ്ത്രീയാണെന്നും അവരെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഗോവിന്ദൻ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷിന് പിന്നെ അങ്ങോട്ട് കയറി ഒന്നും പറയാൻ പറ്റത്തില്ല. മഹേഷ് എന്നിട്ട് സോറിയൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഇനിയിപ്പം ഞാൻ പോവുകയാണ്, ഇവിടെ നിൽക്കാനുള്ള എൻ്റെ മൂഡ് പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അപ്പം എടാ നീ എന്നോട് പിണങ്ങി പോവാണെന്ന് മഹേഷ് ചോദിച്ചപ്പം അല്ലടാ ഞാൻ വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. അപ്പം ഗോവിന്ദ് ഇവിടെ വന്നിട്ടുണ്ടെന്നും മഹേഷുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിലാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കിഷോറും അതേ സ്ഥലത്ത് തന്നെയാണ് വന്ന് പെട്ടത്. അപ്പം കിഷോർ വന്ന് മൂക്കറ്റം കുടിക്കുക. ശരിക്കും പറഞ്ഞാൽ കുടിച്ച് കാലെ നിൽക്കാൻ മേലാത്തൊരവസ്ഥയിൽ ആ ഒരു ഇതിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ കിഷോർ കുടിച്ച് വെളിവ് കെട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ ഗീതുവിനെയും അതുപോലെ രേഖയാണ് കാണിക്കുന്നത്. അപ്പോൾ രേഖയും ഗീതുവും തമ്മിൽ ഈ രഞ്ജുവിൻ്റെ വിഷയം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നീ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല ഗീതു, നീ ആരാണെന്നും നിൻ്റെ പവർ എന്താണെന്നും ഈ ഒരു കാര്യത്തിൽ നീ കാണിച്ചു കൊടുക്കണം. രഞ്ജുവിനെ ഒരു കാരണവശാലും കമ്പനിയിൽ കയറ്റാൻ നീ അനുവദിക്കരുതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യാം, പക്ഷേ ഗോവിന്ദേട്ടൻ അതിന് മനസ്സു വെക്കണം എന്നുള്ള കാര്യം ഗീതു പറഞ്ഞു. ഇവിടെ ഗോവിന്ദേട്ടൻ ശരിക്കും പറഞ്ഞാൽ രഞ്ജുവിൻ്റെ സൈഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗോവിന്ദേട്ടൻ രഞ്ജുവിൻ്റെ സൈഡ് പിടിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു ഇങ്ങനെ രേഖയോട് പറഞ്ഞു. അതിൻ്റെ അകത്തെ പൊരുൾ എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന്. ആ ഒരു കാര്യം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഗീതു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞത് ശരിയാണ്. ഗോവിന്ദേട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയും ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കും ഇവർ തമ്മിൽ. അങ്ങനെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെ നമ്മുടെ ഗീതുവും അതുപോലെ തന്നെ രേഖയും കൂടെ തീരുമാനിച്ചുറപ്പിക്കുന്നു.
ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗോവിന്ദൻ കുടിച്ചിട്ട് മഹേഷിൻ്റെ അടുത്ത് നിന്ന് വരുമായിരുന്നു. അപ്പോഴാണ് ഇവനെ കാണുന്നത്, കിച്ചുവിനെ കാണുന്നത്. കിച്ചുവിനെ കണ്ടപ്പോഴേക്കും ഗോവിന്ദന് ഭയങ്കര ദേഷ്യമായി. അപ്പം ഗോവിന്ദ് മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയപ്പം ഗോവിന്ദ് സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ വിളിച്ചു നിർത്തി. അതും 4 കാലയിലാണെന്ന് ഓർക്കണം, ലെക്കില്ല, ലെവലില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെ വിളിച്ചു നിർത്തി. എന്താടാ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഗോവിന്ദ് സാറിനോട് മനസ്സ് തുറന്ന് ഒത്തിരി സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ വിഷയം എടുത്തിടുക. അപ്പം ഗീതു മേഡത്തിന് ഇപ്പോഴും തന്നോട് താല്പര്യമാണെന്നും അതുപോലെ തന്നെ ഗീതു മേഡം തന്നോട് സംസാരിക്കാറുണ്ടെന്നും തന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗീതു മേഡം ആ ക്യാബിനിലെ എല്ലാം ഓഫ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, CCTV ഒക്കെ കളഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവൻ ഇങ്ങനെ ഗോവിന്ദനോട് പറയാം. അപ്പോൾ ഇവൻ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ അത് വിശ്വസിക്കുമെന്നാണ് ആശാൻ വിചാരിച്ചത്. അപ്പം ഗീതുവിൻ്റെ ക്യാബിനിലെ CCTV ഓഫ് ആണെന്നുള്ള കാര്യങ്ങളും ഗോവിന്ദൻ അറിയാം, ഈ കാര്യം ഇവനും അറിയാം. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിനുള്ള ആ ഒരു ഇതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ നിൻ്റെ വെറും വ്യാമോഹം മാത്രമാണ്, ഗീതുവിനെ അതിനൊന്നും കിട്ടില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ സാറിൻ്റെ വെറും തോന്നലാണ്. ഗീതാഞ്ജലി മേഡം എപ്പോഴും എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നോടൊപ്പമാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് മേഡത്തിൻ്റെ സ്വപ്നങ്ങളിലുള്ളതെന്നും അതിനു വേണ്ടിയാണ് മേഡം ഇപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ആദ്യം ഒന്ന് പതറി, ഇനി ഇവൻ പറയുന്നതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്നുള്ളൊരിതിൽ. പക്ഷേ ഗീതുവിനെ ഒരിക്കലും നമ്മുടെ ഗോവിന്ദൻ അവിശ്വസിക്കില്ല എന്നും ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള ആ ഒരു മാനസിക അടുപ്പം എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന ആ ഒരു ഇതാണ് ഇവൻ. അപ്പോൾ ഇവർ തമ്മിൽ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്നും ഇപ്പോഴും ആ ഒരു പഴയ ഇതിൻ്റെ പേരിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് ഇതൊക്കെ ഗീതാഞ്ജലി മേഡം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ഇങ്ങനെ ഗോവിന്ദനോട് ആവശ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഒന്നും ഞെട്ടി, ഗീതു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ ഗോവിന്ദൻ ഒരിക്കലും ഗീതു അത് പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ഇത് കുറേ നേരം നിന്ന് കേട്ടു. അപ്പോൾ എന്നിട്ട് ഷർട്ടിൻ്റെ കോളറിന് കയറി പിടിച്ചിട്ട് പറഞ്ഞു, എടാ ലെക്കും ലഗാനും ഇല്ലാതെ മൂക്കുമുട്ട കുടിച്ചവന് കാലേ നിൽക്കാൻ മേല. എന്നിട്ട് അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നീ എന്നോട് പോന്നാൽ നിന്നെ ഞാൻ കുഴിച്ചു മൂടും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാമർത്ഥിക്കാനൊക്കെ നോക്കി. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് ഈ പറയുന്നവൻ്റെ ഒരു ഉടായ്പ തരവും നടന്നില്ല, നടക്കുകയില്ല. അങ്ങനെ ഗോവിന്ദൻ്റെ മുന്നിൽ തോറ്റു തുന്നം പാടി കിഷോർ ഇങ്ങനെ നിൽക്കുക. എങ്കിലും ഗോവിന്ദൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുന്നത്, ഒരു തീപ്പൊരി ഇട്ടുകൊണ്ടാണ് ഇവൻ സംസാരിച്ചത് മുഴുവനും. അപ്പം അതിന് ഗോവിന്ദൻ്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു കത്തുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.